ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് തേഴ്സ്ഡേ ഗൈഡൻസ് ആണ്, അതായത് ഏപ്രിൽ 24 എനർജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ 2 days കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ മൂൺ ആണ് വരുന്നത്, ഏപ്രിൽ 27. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കുറച്ചൊന്ന് പ്രിപ്പറേഷൻ നടത്താനായിട്ട് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. പാൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള തേഴ്സ്ഡേ എനർജി എന്താണ്? താങ്ക് യു. പാൽ നമ്പർ 1, 9 of Wandsൻ്റെ എനർജി, King of Pentacles, ബാക്കിൽ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം കുറച്ച് പേർക്ക് എന്തെങ്കിലും ചാലഞ്ച്, എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഫിസിക്കൽ ബോഡിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അവിടെ കുറച്ചൊരു റെസ്റ്റ് എടുക്കാനായിട്ട്, പോസ് എടുക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം വന്നിട്ട്. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലോക്സ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ന്യൂ എനർജി, ന്യൂ പാഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകളിൽ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ടുള്ള എനർജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചാലഞ്ചസ് വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ക്രിയേറ്റീവ് രീതിയിൽ അതിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസിൽ കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സിലും കുറച്ചൊരു ബാലൻസ്, എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് വരുന്നുണ്ടാകാം. കുറച്ച് പേര് കുറച്ചൊരു ഇമോഷണൽ എനർജിയിൽ ഇരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും കുറച്ചൊരു ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ ഓവറോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഹാപ്പിനെസ്, ഫാമിലിയുടെ ഹാപ്പിനെസ്, ഓവറോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ എനർജി ഫീൽഡ് ഒന്ന് ക്ലിയർ ചെയ്യേണ്ട, ഓറ ഒന്ന് ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് എനർജിയുള്ള സിറ്റുവേഷൻസ്, പ്ലേസസ് അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പീസ്, സമാധാനം നിലനിർത്താനായിട്ട് ഇന്നത്തെ ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളിൽ കുറച്ചൊരു ശ്രദ്ധ, അറ്റൻഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഇവിടെ ബാക്കിൽ വന്നിട്ട് 4 of Pentaclesൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ആൻസിസ്റ്റേഴ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ബാങ്ക് അല്ലെങ്കിൽ പണമിടപാടുകൾ, അവിടെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സെക്യൂരിറ്റിയുടെ എനർജിയും ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും എനർജീസ്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചേക്കുന്ന ഇമോഷൻസ് കുറച്ച് പേർക്ക് റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും ഒരു ബ്ലെസ്സിങ്ങും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. കുറച്ച് പേര് മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർ പറയുന്നതാണ് കറക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലായിരിക്കാം, അവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സത്യമാണ്, ട്രൂത്ത് ആണെന്ന് കരുതിയിട്ട് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അവിടെയും കുറച്ച് പേർക്ക് ഒരു ചേഞ്ച്, ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ചുകൂടെ റിയാലിറ്റി എന്താണ്, സത്യം എന്താണ്, അതിലോട്ട് നിങ്ങളുടെ എനർജി പോകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഷാഡോ ഹീലിംഗ് ആണ് ഇന്നത്തെ ദിവസം ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ ലക്കിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 7 of Pentaclesൽ ഗ്രാജുവൽ ഗ്രോത്ത് ആണ് കാണുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, അതുവഴി നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത്, അബണ്ടൻസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പാസ്റ്റിൽ നിങ്ങൾ കൊടുത്ത എഫേർട്ടിന്, പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും എനർജിയിൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു ഗ്രോത്ത്, എന്തെങ്കിലുമൊക്കെ പുരോഗതി കാണാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ എനർജീസ് വരുന്നതാണ്. കുറച്ച് പേർക്ക്
നിങ്ങൾക്ക് ഒത്തിരി ബ്ലെസ്സിങ്സ്, ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആൻസിസ്റ്റേഴ്സിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കർമ്മ അതുവഴി എന്തെങ്കിലുമൊക്കെ ഗുഡ് ലക്ക്, പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. സണ്ണിൻ്റെ എനർജിയാണ്. ഒത്തിരി ഹീലിംഗ്, ഒത്തിരി പോസിറ്റീവ് എനർജി കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ത്രോട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയിലാണ്. സത്യം പറയാനായിട്ട്, സത്യം എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു സൺ കാർഡ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു കാംനെസ്, ഒരു പീസിൻ്റെ എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഫൈനൽ ഗൈഡൻസ് എന്താണ്? പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. നെവർ സ്റ്റോപ്പ് ലുക്കിംഗ് അപ്പ്. ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക, പ്രത്യാശയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിരാശയുടെ എനർജി, എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഇമോഷൻസ്, എനർജീസ് വരുന്നുണ്ടെങ്കിൽ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക, പെട്ടെന്ന് തോറ്റു പോകാതിരിക്കുക. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ജലസിയുടെ എനർജി, കോമ്പറ്റീഷൻ്റെ എനർജി നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെയും കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ആക്ഷൻസ്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ആ ഒരു എനർജിയായിട്ടും കണക്ട് ചെയ്യുക. അതും നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ മുന്നോട്ട് പോകുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള എനർജീസ് എന്താണ്? താങ്ക് യു. Pile number 2 energy, thank you. Judgment, 10 of Pentacles, Moon, 8 of Wands energy. ഇവിടെ നൈറ്റ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഓവറോൾ ഇന്നത്തെ ദിവസം ഒത്തിരി ഇമോഷണൽ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയാണ്. ഒത്തിരി പേര് ഒത്തിരി ജഡ്ജ്മെൻ്റലായിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. നിങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന എനർജിയെക്കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ അത് ലഭിക്കാതെ വരുമ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ എനർജിയാണ് കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൽ ലവ്, റൊമാൻസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജീസ് ആയിരിക്കാം. ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും എനർജീസിനെ കുറിച്ചിട്ടായിരിക്കാം. അപ്പോൾ അവിടെ ഒരു ഇമോഷണൽ ഹീലിംഗ്, ഒരു പോസിറ്റീവ് എനർജി ഈ ഒരു ദിവസം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഇൻ കേസ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ എനർജി എക്സ്ചേഞ്ച് നടത്തുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂണിൽ വന്നിട്ട് കുറച്ചൊരു ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ലാതെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതായിട്ട് എന്തെങ്കിലും എനർജീസ്, ചാലഞ്ചസ് വരുന്ന സമയത്ത് കുറച്ച് പേർക്ക് ലോയൽറ്റി ഇഷ്യൂസ് ആയിരിക്കാം, കുറച്ച് പേർക്ക് ഫാമിലി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. അങ്ങനത്തെ ചാലഞ്ചസ്, പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഒത്തിരി ഇമോഷണൽ എനർജിയിൽ നിങ്ങൾ റിയാക്ഷൻ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് വ്യക്തതയില്ല, ക്ലാരിറ്റി ഇല്ല കാര്യങ്ങളെക്കുറിച്ചിട്ട്. കുറച്ച് പേര് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ആ ഒരു ഫ്ലോയിൽ, ആ ഒരു എനർജിയിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ആൻസർ, വ്യക്തത ലഭിക്കുന്നതാണ്. പക്ഷേ പേഷ്യൻസിൻ്റെ കുറവ് കൊണ്ടിട്ട് ചില പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ മിററിങ്ങിൻ്റെ എനർജിയാണ്. അതായത് നമ്മുടെ ലൈഫിൽ വരുന്ന എല്ലാ എനർജീസും നെഗറ്റീവ് ആകണം എന്നില്ല. ചില ട്രിഗേഴ്സ് നമ്മളുടെ ഉള്ളിലെ ഷാഡോസിനെ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു മിററായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചൊരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിലിരിക്കുക. അതായത് ആ ഒരു വ്യക്തി, ആ ഒരു സിറ്റുവേഷൻ നമ്മളുടെ ഉള്ളിലെ ഷാഡോസ് മനസ്സിലാക്കി തരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെയും കുറച്ചൊരു ബാലൻസോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്താണോ മാറ്റേണ്ടത്, എന്താണോ ചേഞ്ച് ചെയ്യേണ്ടത്, അതിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി ആക്ഷൻസ് എടുക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാകാം, പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാകാം. പക്ഷേ ഒത്തിരി ജഡ്ജ്മെൻ്റൽ എനർജിയിൽ ഇരിക്കുന്ന കൊണ്ടിട്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അതിന് കഴിയുമോ, ഈ ഒരു സിറ്റുവേഷൻ എന്നെക്കൊണ്ട് ടാക്കിൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഉള്ള പവർ എൻ്റെ ഉള്ളിലുണ്ടോ, ആ ഒരു കൺഫ്യൂഷൻ, ആ ഒരു ഡൗട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാകുമ്പോൾ
പല സിറ്റുവേഷൻസും ഇവിടെ പറഞ്ഞ പോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആകുന്നതാണ്, ആക്ഷൻസ് എടുക്കാതെ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരണം എന്നില്ല. അപ്പോൾ നിങ്ങളോട് പറയുന്നത് പോസിറ്റീവ് എനർജിയായിട്ട് കണക്ട് ചെയ്യുക. കുറച്ച് പേർക്ക് എല്ലാ ഇൻഫർമേഷനും ഗ്യാദർ ചെയ്യാനായിട്ടും ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. അതും നിങ്ങളെ ഈ ഒരു ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ക്യൂൻ ഓഫ് വോൺസിൻ്റെ എനർജിയിൽ ഒത്തിരി പാഷൻ, ഒത്തിരി എനർജി, അതുപോലെ തന്നെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഗുഡ് ലക്കിൻ്റെ എനർജിയാണ്. സ്പിരിച്വലായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം. ഭാഗ്യം നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 8 ഓഫ് സോഡ്സിൽ കുറച്ച് പേർക്ക് എഗെയിൻ എന്തെങ്കിലും ടെൻഷനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ബാലൻസ്, സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഹോം, ഫാമിലിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അവിടെ ഒരു ഹാർമണി, എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ടഫായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം, അവിടെയും സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ, സ്പിരിച്വൽ ഗൈഡൻസ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി സക്സസ് ആണ്, ഒത്തിരി വിക്ടറിയുടെ എനർജിയാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം ഇന്നത്തെ ദിവസം വരുന്നത്. ഫൈനൽ ഗൈഡൻസ് എന്താണ്? പയൽ നമ്പർ 2യുടെ ഇന്നത്തെ ദിവസം മേക്ക് ടുഡേ അമേസിങ്. ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാക്കി തീർക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കിൽ വന്നിട്ട് ക്രിയേറ്റ് യുവർ ഓൺ സൺഷൈൻ, അതായത് എക്സ്റ്റേണൽ വാലിഡേഷൻ, മറ്റുള്ളവർ എന്താണ് പറയുന്നത്, ചിന്തിക്കുന്നത്, അതിനെക്കുറിച്ചിട്ട് ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹാപ്പിനെസ്, ഒരു പോസിറ്റിവിറ്റി, ആ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ചുറ്റും എന്ത് നടന്നാലും, സർക്കംസ്റ്റാൻസ് എന്തായാലും അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ, ഹാപ്പിനെസ്സിൻ്റെ താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. അത് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ എനർജീസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.